സുഖല്ലേ പെങ്ങന്മാര് ഗൈസ്? അപ്പൊ ഇന്ന് അടുക്കളയിൽ വ്യത്യസ്തമായ ആരെയാണ് നിങ്ങൾ കാണുന്നത്? അതെ, അമ്മയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പരിപാടി? ചിക്കൻ കറി വെക്കാൻ നിങ്ങൾക്ക് ആയിരിക്കും നേരില്ല. ചിക്കൻ കറി വെക്കാൻ കയറിയിട്ടുള്ള ഗൈസ് കണ്ടാ, എപ്പോഴും നീയാണ് ഇപ്പൊ ചിക്കൻ കറി വെക്കല്. പക്ഷെ ഇന്ന് വെറൈറ്റി ആയിട്ട് അമ്മയുടെ ചിക്കൻ കറി. പണ്ട് നമ്മള് അമ്മ ചിക്കൻ കറി കൂട്ടിയത് ഇഷ്ടം പോലെ കഴിച്ചിരുന്നല്ലേ? അപ്പൊ ഇന്നൊരു ചിക്കൻ കറി നീ പറഞ്ഞത് തെറ്റിപ്പോയി. ചിക്കൻ കറി വെച്ചത് ഇഷ്ടംപോലെ കഴിച്ചിരുന്നല്ലേ? നീ പറഞ്ഞത് അമ്മ ചിക്കൻ കറി കൂട്ടിയത് നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിരുന്നല്ലേ? ഈ ഇടയായിട്ട് എനിക്ക് ഇടക്കിടക്ക് എന്താ തെറ്റുകൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. നിനക്ക് ഉണ്ടാകുന്ന അറിയില്ല. എനിക്കൊന്നും അൽഷിമേഴ്സിന്റെ വല്ല തുടക്കമാണോ ഒന്നും പറയാൻ കഴിയില്ല. അപ്പളേ എന്താ ഇന്ന് അമ്മ ചിക്കൻ കറി വെക്കാൻ കേറിയത് എന്ന് വെച്ചാല്, ചിക്കൻ ഇവിടെ ഉണ്ട്, പിന്നെ ഇത് വറക്കാനല്ലേ, എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ നികി ഇന്ന് അടുക്കളയിൽ ഇല്ല, പക്ഷെ ആളിത് ഇവിടെ വന്ന് ഇപ്പുണ്ട്. എന്താടി ഇവിടെ അടുക്കള കഞ്ഞിയും കറിയും വെക്കാണ്ട് നീ ഇതെന്താ ഇങ്ങനെ മാറ്റി ഇങ്ങനെ നിക്കുന്നത്? പോണ്ടേ, നമുക്കിന്ന് പോണ്ടേ. ഞങ്ങള് ഒരു ചെറിയൊരു പരിപാടിക്ക് പോയാണ്. ചെറിയ പരിപാടി എന്ന് വെച്ചാല്, പരിപാടി എന്താണെന്ന് നമുക്കിപ്പോ അവിടെ ചെല്ലുമ്പോ കാണാം. നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? അതെ, അവരുടെ ഒരു പരിപാടി. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പൊ അതിന് പോകാനാണ് ഞങ്ങൾ ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നത്. അതെ, അപ്പൊ ഞാനും നികിയും ഇങ്ങനെ റെഡിയായി സുന്ദരന്മാരായിട്ട്, ചുമ്മാ വെറുതെ പറഞ്ഞതേട്ടാ, ഇനിയിപ്പൊ അത് പൊങ്കാലുണ്ട. എന്നാലും വെറുതെ നമുക്ക് സ്വയം പറയാനല്ലേ, നമ്മളെ സ്നേഹിക്കണം. അതെ, ആളിങ്ങോട്ട് പാടി അപ്പൊ വെട്ടശ്ശേരി കിട്ടട്ടെ, ഒന്നുകൂടി നല്ല ഇതുണ്ടാവട്ടെ. അപ്പൊ സുന്ദരന്മാരായിട്ട് നമുക്ക് ഡ്രസ് കോഡൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പൊ ഉള്ളതൊക്കെ ഒപ്പിച്ച് അപ്പൊ നമുക്ക് നേരെ അവിടെ പോയിട്ട് അതും കണ്ടുവന്ന് ഇവിടെ വേറൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പ്. നമ്മള് ഇത് കഴിഞ്ഞിട്ടൊരു ദൂരയാത്രയുണ്ട്. നമ്മളോടൊപ്പം അവരും ഉണ്ട്, അവരും വരുന്നുണ്ട്. ആരാണ് നിങ്ങ പറ, അവര് പറയട്ടെ ആരാന്നല്ലേ. അപ്പൊ അവരും ഉണ്ട്, അവരിപ്പോ വരും. അപ്പൊ ഇവിടെ നിന്ന് ചോറും കഴിച്ചിട്ട് നമ്മൾ വിടും. അപ്പൊ ചോറ് കഴിക്കുന്ന പറയാൻ സമയത്ത് കല്യാണം കഴിക്കാൻ മുമ്പിൽ ചിക്കൻ കറി വെച്ചാൽ അമ്മ ഒരു പാത്രത്തിൽ ചിക്കൻ കറി കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ 2 കഷ്ണം ഉള്ളി ചാറ് എന്ത് ടേസ്റ്റ് ആയിരിക്കും, എത്ര ചോറൊന്നറിയാം ഇത്തിരി കോളം കിട്ടുമ്പോ. അപ്പൊ പറഞ്ഞു വന്നത് അമ്മയുടെ ചിക്കൻ കറിയോട് ചോറ് കഴിക്കുന്നത് വരെയുള്ള വ്ളോഗ്. അപ്പൊ ഈ ഗ്യാപ്പിൽ അമ്മ ചിക്കൻ കറി വെക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് അവിടെ പോയി തിരിച്ചു വരാം. എന്നാ അമ്മ വേഗം ചോറും കറിയൊക്കെ ആക്കി വെക്കട്ടാ. ഓക്കെ, റെഡി? അതെ, അവരി ടീംസ് ഒക്കെ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അർജന്റീനയുടെ ജേഴ്സിയിൽ ഇട്ടിട്ട് ദുർഗ, അർജന്റീനയുടെ മെസ്സിക്കുട്ടന്റെ ജേഴ്സി ഇട്ടിട്ട് ഇന്ദ്രകുട്ടൻ അല്ലേ? എന്നാ അച്ഛൻ പോയിട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, ഓക്കെ. തിരി ഇങ്ങോട്ടേക്ക് കാണിട്ട് മുൻചനാന് ഒരുപടി മേലെ, ഒരുപടിയല്ല ഒരുപാട് മേലെയാണ്. അപ്പൊ നമ്മളെന്തായാലും വന്നത് നമ്മുടെ ഇവരുടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട് പരിപാടികൾ, യൂസ്ഡ് കാർ, അതുപോലെ ട്രാവൽസ് പരിപാടികൾ, അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട് ഇവിടെ. എന്താ അമ്മ സുഖല്ലേ പെങ്ങന്മാര്? കവി ഒരു ചേച്ചി എത്തിക്കോ. നീ എന്ത് ക്യാമറ പിടിച്ചിട്ട് എടുക്കാതിരിക്കുന്നു? വീഡിയോ എടുക്ക ഫുള്ളായിട്ട്. ഹായ്, എന്ത് പറയുന്നു മോളെ? സുഖല്ലേ? പിന്നെ സുഖം, യാത്രയൊക്കെ സുഖം. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എന്ത് ആഗ്രഹങ്ങളും എന്ത് സ്വപ്നങ്ങളും അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ മുൻപിലേക്ക് KL ബിജുവേട്ടൻ അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും ചേർന്ന ഒരു വലിയ സംരംഭത്തിന് എന്നിവിടെ തുടക്കമിടാൻ പോവുകയാണ്. ഈ ഒരു വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പറയാം, ഒരുപാട് പേരുടെ പ്രതീക്ഷകൾ, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ അതൊക്കെ നേടിയെടുക്കാനായിട്ട് അതിനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് അമരത്തിരുന്ന KL ബിജു എന്ന് പറയുന്നത് റിയൽ ഞങ്ങളുടെ ഹീറോ തന്നെയാണ്. ദ ഹീറോ അങ്ങനെ തന്നെ പറയണം. നല്ലൊരു കൈഡികളുമായി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. KL കൺസൾട്ടൻസിന്റെ ഓൾ റൗണ്ടർ. അദ്ദേഹത്തോടൊപ്പം തന്നെ ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേര്, നിങ്ങൾക്ക് ബിജുവിന്റെ സ്വഭാവം വളരെ നന്നായിട്ട് അറിയാം. ഒരു അംഗീകാരവും ഒരു ആദരവും ഞാൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ബിജുയുടെ സ്വന്തമായിട്ട് നേടിയെന്ന് നമ്മൾ എത്ര ആവർത്തി പറഞ്ഞാലും അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്ന പോലില്ല. അങ്ങനെയുള്ള വാക്കുകളും ഭാവങ്ങളും നേർന്ന് എല്ലാ പ്രതീക്ഷകളും നേർന്ന് ഒത്തിരി സന്തോഷത്തോടെ കൺഗ്രാചുലേഷൻസ് ആദ്യം അത് പറയാണ് അല്ലെ. സോ നമ്മളിത് നമ്മുടെ നാട്ടിലാണ് തുടങ്ങിയെങ്കിൽ പോലും
ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും ഈ ഒരു സർവീസ് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. എന്ത് ആവശ്യങ്ങൾക്കും ഒരാൾ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്കത് നേടിയെടുക്കാൻ പറ്റണം, എളുപ്പത്തിൽ നേടണം. അതിന് എല്ലാവർക്കും ഇവിടെ വന്നവരെല്ലാവർക്കും നമ്മളെ സ്നേഹം അറിയിക്കുമെന്ന് നമ്മൾ വിളിച്ചപ്പോൾ എല്ലാവരും എത്തി. കുറെ പേര് എത്താണ്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ അങ്ങനെ വിളിച്ചല്ലോ. സാധാരണ എല്ലാവർക്കും അറിയിച്ചു, സ്പെഷ്യലി വിളിച്ച എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമാണ് തന്നെ. പിന്നെ ഇരിക്കേണ്ട രീതി വെയിലാണ് പുറത്ത്, അതുകൊണ്ട് അധികം ഇതാക്കുന്നില്ല, വേഗം പറയാം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും അക്ഷയും കൂടി കഴിഞ്ഞ കൊറോണ സമയത്ത് നമ്മൾ ചെറുപ്പത്തിലുള്ള എനിക്കറിയാം, അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ കൃഷി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഫ്ലോപ്പായ ഒരു കൃഷിയാണ് മഞ്ഞൾ കൃഷി. ഇവന്റെ വീടിന്റെ മേലെ ഒരു മഞ്ഞൾ കൃഷി നമ്മൾ തുടങ്ങാൻ പേരുണ്ട്. മാതേച്ചിന്റെ വീടിന്റെ മേലെ. മാതേച്ചി അറിയാൻ തോന്നും, അറിയാണ്ട് തുടങ്ങാൻ നോക്കിയാണ്. അപ്പൊ അങ്ങനെ കുറെ കൃഷി ഐശ്വര്യായിട്ട് വായിച്ച അല്ല നിങ്ങൾ ഇരിക്കേ ചേട്ടാ ഇല്ലെങ്കിൽ നമ്മ കയറിയിരിക്കോ, അല്ലെങ്കിൽ വന്ന് അമ്മ കയറിയിരിക്കേ. അയ്യോ അത്രേ ഉള്ളൂ. സെറ്റ് 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 അടിപൊളി 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 അടിപൊളി. എല്ലാരും കൂടിയാണ് ജനങ്ങളും ദൈവവും, ദൈവാധീനവും മനുഷ്യാധീനവും ഉണ്ട്. അപ്പോ ഈ തുടങ്ങിയ ഈ സംരംഭം വളരെ ഭംഗിയായിട്ട് ഉയർച്ചയിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പരിപാടി വേണമെങ്കിൽ എത്ര എക്സ്ക്യൂസസ് നമുക്ക് പിന്നെ ഞാൻ എങ്ങനെയാണ് കവിയെ വിളിക്കാതിരിക്കുക സ്റ്റേജിലേക്ക്. നിങ്ങളൊരു ഗംഭീര കൈഡി കൊടുക്കണം ഈ ഒരു സമയത്തേക്ക്. വിജയുടെ എല്ലാ സന്തോഷങ്ങളെയും ചേർത്ത് പിടിച്ചിട്ട് എല്ലാ ഹാപ്പിനെസ്സിലും കൂടെ നിൽക്കുന്ന ഒരാള്. ഇനി വിജയുടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു വേറെയാണ്, വിജാട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. ചേർത്ത് പിടിച്ച് അതിൽ പരാതികളില്ല. എന്നാ പോയിട്ടെ വിന്തമ്മേ, അപ്പൊ പോയി വന്നിട്ട് കാണാം നമുക്ക് കേട്ടോ. ഓ എന്നാ പോയി വന്നിട്ട് കാണാം. അതെ ഓക്കെ, അച്ഛനോടും പറയട്ടാ. ശരി എന്നാ പോയിട്ടുണ്ടാവൂല എന്നാ ഇനി വിളിക്കൂല, എത്തിയിട്ട് വിളിക്കാം. ഓക്കെ, ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് എത്തി. അച്ഛാ എന്തുണ്ട് അമ്മേന്റെ ചിക്കൻ കറി? എന്ത് ആ അപ്പൊ കൊഴപ്പില്ല. എത്ര കാലം ചിക്കൻ കറി വെച്ച് കൂട്ടിയതാണ് അച്ഛൻ. അതുകൊണ്ട് വിഷയമൊന്നുമില്ല. പിന്നെ അവരെത്തിയിട്ടുണ്ടല്ലേ അമ്മേ? നമ്മള് നേരത്തെ പറഞ്ഞ അവര് അല്ല നീക്ക് ചോറെടുക്കടി വിശക്കണ്ടി ഒപ്പക്ക് നിന്റെ ഒപ്പക്ക് വിശക്കണ്ടി. ഇവള് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവരെ കാണിക്കാം. ഹായ്, നേരത്തെ പറഞ്ഞ അവരെത്തിയിട്ടുണ്ട്. നമ്മളൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് അതില് റെഡിയായി വന്ന് ഇങ്ങോട്ട്. അളിയൻ റെഡിയാ? ഇതെന്താ ഇറ്റികളൊക്കെ പോയ പോലെ തന്നെ ഉണ്ടല്ലോ, റെഡിയാവുന്നില്ലേ? നന്ദൂട്ട റെഡിയാ ഗൈസ്? അപ്പൊ അമ്മേ അപ്പൊ എന്തായാലും ചോറ് കഴിച്ചിട്ട് നമുക്ക് യാത്ര പുറപ്പെടാം. ഓക്കെ, പാവം അമ്മത് ആകാംക്ഷ പരിതമായിട്ട് എന്തിനാന്നറിയോ ചേട്ടെ? അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഭയമുള്ളത് ആരെന്നറിയോ? പുത്രനാണ്. ഈ വീട്ടില് ഒരു പേടിയില്ല, ഒരാൾക്ക് പേടിയില്ലാത്ത ഒരാളുണ്ടെങ്കിൽ എന്നെ ഉള്ളു. അത് പറ്റല്ല, മോനോടൊരു ബഹുമാനം ഉണ്ടല്ലോ. പിന്നെ ഈ കറി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ കഴിച്ചിട്ട് എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ടാ? അതിപ്പം ചേട്ടാ അങ്ങനെ പറയല്ലോ അമ്മേ, നമുക്കറിയാല. അച്ഛാമ്മ പറഞ്ഞ പോലെ ഇന്ന് കുറ്റം പറയും.
ഇപ്പൊ പറയമ്മേ കേട്ടോ. അയ്യോ അയ്യോ സൂപ്പർ. ആ അമ്മേ രക്ഷപ്പെട്ടവേ. ബീഫ് പോലെ അച്ഛനെ ആദ്യം പിടിച്ചിരിക്കുകയാണ്. ഇവൻ എന്താണാവോ പറയാന്ന്. അല്ല അല്ല അച്ഛൻ അമ്മനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇടപെടൂലേ. ഓക്കെ നമ്മളിപ്പോ തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. രാവിലെ തുടങ്ങി ബിജുവേട്ടൻ്റെ കവിടയൊക്കെ പുതിയ സംരംഭം നമ്മൾ കണ്ടു. നമ്മളതിന് വിശ്വസൊക്കെ അറിയിച്ചിട്ടുണ്ടായി. വീഡിയോ കിട്ടിയെങ്കിൽ ആയത് കൊടുക്കാം. പിന്നെ അപ്പൊ എന്തായാലും ഒരുപാട് പേരെ കാണാൻ വേണ്ടി പറ്റിയ സന്തോഷം. അതുകൂടാതെ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയും ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരും കൂടി വരേണ്ട ഒരു യാത്രയായിരുന്നു ഇത്. ബ്രോ ബിജുവേട്ടനും കവി എല്ലാവരും വരേണ്ട ഒരു യാത്രയായിരുന്നു. പക്ഷെ അവർക്ക് ഈ പരിപാടിയൊക്കെ ആയതുകൊണ്ട് അവര് പുറകെ വരും. നമ്മളതിപ്പോൾ പോകും. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമുക്ക് വൈകുന്നേരം നമുക്ക് പുതിയ യാത്ര വീഡിയോ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോ കാണാം. അപ്പൊ നാളത്തെ വീഡിയോ കാണാൻ വെയിറ്റിംഗ് ചെയ്യാം. എങ്ങോട്ടാ പോകുന്നതെന്നെല്ലാം കാണാം. പുതിയൊരു സ്ഥലത്തേക്കാണ്. എപ്പോഴും നമ്മൾ ഈ എറണാകുളത്തേക്കുള്ള യാത്രയാണ്. ഇത്തവണ എറണാകുളത്തേക്കുള്ള യാത്രയല്ല, പുതിയൊരു സ്ഥലമാണ്. പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്തുമാണ്. അപ്പൊ നാളത്തെ യാത്രയെ കാണാം. ഓക്കെ ബൈ.